ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, നമ്മുടെ 9th സ്റ്റാൻഡേർഡ് CBSE ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫിലെ പ്രധാനപ്പെട്ട 10 MCQ അതുപോലെ തന്നെ അതിന്റെ ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. സോ മക്കളെ, വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സോ നിങ്ങളെ സുഹൃത്തുക്കൾ, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കൂടി പഠിക്കണം എന്ന മെന്റാലിറ്റി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വിജയിച്ചു. സോ മക്കളെ, ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ 10 MCQയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒട്ടും സമയം നമുക്ക് കളയേണ്ടതില്ല. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ദ വേർഡ് സെൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ്. എ എന്നുള്ള ഓപ്ഷൻ ഗ്രീക്ക് വേർഡ് ദാറ്റ് മീൻസ് സ്മോൾ ബോക്സ് ലൈക്ക് സ്ട്രക്ചർ. ബി ലാറ്റിൻ വേർഡ് ദാറ്റ് മീൻസ് എ ലിറ്റിൽ റൂം. C. Greek word that means a little room. D. Latin word that means a small box-like structure. So, നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വെരി ഫസ്റ്റ് പാരഗ്രാഫിന്റെ ആ ഭാഗത്ത് തന്നെ ഇതിന്റെ ആൻസർ വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ആൻസർ. നിങ്ങൾക്ക് കാണാം, ലാറ്റിൻ വേർഡ് ആണ്. നോക്കിക്കോളൂ, ഞാൻ കൃത്യമായി മാർക്ക് ചെയ്യുന്നു. സെൽ എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? ലാറ്റിൻ വേർഡ് ആണ്. സെൽ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? എ ലിറ്റിൽ റൂം എന്നതാണ്. എ ലിറ്റിൽ റൂം എന്നതാണ്. മക്കളെ, സെൽ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്താണ് കുട്ടികളെ? എ ലിറ്റിൽ റൂം എന്നതാണ്. അങ്ങനെ പറയുമ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ കുട്ടികളെ? ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആൻസർ? നിങ്ങൾ നോക്കിക്കേ, ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ലാറ്റിൻ വേർഡ് ദാറ്റ് മീൻസ് എ ലിറ്റിൽ റൂം. ക്ലിയർ അല്ലേ? ഈ ഒരു പാരഗ്രാഫ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ സെല്ലിന്റെ ഡിസ്കവറിയെ കുറിച്ച് തന്നെയാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. റോബർട്ട് ഹുക്ക് തിൻ സ്ലൈസ് ഓഫ് കോർക്കിനെ അദ്ദേഹത്തിന്റെ സെൽഫ് ഡിസൈൻഡ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തപ്പോഴാണ് സെല്ലിനെ അദ്ദേഹം കണ്ടെത്തുന്നത്. പക്ഷേ അത് ഡെഡ് സെല്ലായിരുന്നു. ഇൻ ദ ഇയർ 1665. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The term protoplasm was coined by A. Purkinje, B. Robert Hooke, C. Virchow and D. Robert Brown. അപ്പോൾ മക്കൾക്കറിയാം ഇതിൻ്റെ ആൻസർ പർക്കിഞ്ചെയാണ്. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സൈഡിലായി ഒരു ബോക്സിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. പർക്കിഞ്ചെ in the year 1839 coined the term protoplasm for the fluid components or fluid substance within the cell. മനസ്സിലായല്ലോ? ഇതേ പാരഗ്രാഫിൽ തന്നെ സെൽ തിയറിയെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. തിയോഡർ ഷ്വാൻ അതുപോലെ തന്നെ MJ ഷ്ലീഡൻ ആദ്യം സെൽ തിയറി പ്രപ്പോസ് ചെയ്തതും അതിനുശേഷം റുഡോൾഫ് വെർഷോ ആ പ്രപ്പോസ് ചെയ്ത തിയറിയിൽ ഒരു പോസ്റ്റുലേറ്റ് കൂടി ആഡ് ചെയ്തതായിട്ടും ഈ പാരഗ്രാഫിൽ പറയും. അപ്പോൾ നമുക്ക് സെൽ തിയറി എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാം. നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ പ്ലാന്റ്സും ആനിമൽസും അതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്നും സെല്ലെന്ന് പറയുന്നത് ഒരു ജീവിയുടെ അടിസ്ഥാന ഘടകം, ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്നുമാണ് സെൽ തിയറി പറഞ്ഞത്. പിന്നീട് അതിൽ റൂഡോൾഫ് വെർച്ചോ ആഡ് ചെയ്തു ഓംനി സെല്ലുല ഈ സെല്ലുല എന്ന് പറയുമ്പോൾ എവരി സെൽ അറൈസസ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അതായത് നത്തിങ്ങിൽ നിന്നൊരു സെൽ ഉണ്ടാവുന്നില്ല, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സെൽ ഉണ്ടാവുന്നില്ല, മറിച്ച് ഒരു സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ട് മാത്രമേ മറ്റൊരു സെല്ല് ഫോം ചെയ്യുന്നുള്ളൂ എന്നും ആ സെൽ തിയറി പോസ്റ്റുലേറ്റിൽ നമ്മൾ ആഡ് ചെയ്യപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആൻസർ നമുക്കിവിടെ കിട്ടി. പർക്കിഞ്ചെയാണ് കുട്ടികളെ. നോക്കിക്കോളൂ, ഒരു മിനിറ്റ്. പർക്കിഞ്ചെയാണ് 1839 പ്രോട്ടോപ്ലാസം എന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The cell wall of the plant cell is made up of dash. A. Glucose, B. Fructose, C. Cellulose, D. Protein. വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്ഷൻ സെല്ലുലോസ് ആണ്. ഇവിടെ സെൽ വാൾ എന്ന് പറയുന്ന സെക്ഷനിൽ ഇതിൻ്റെ ആൻസറും വളരെ വിശദമായി തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ദ പ്ലാന്റ് സെൽ വാൾ കാണാമല്ലോ. The plant cell wall is mainly composed of എന്താണ് കുട്ടികളെ? സെല്ലുലോസ്. സെല്ലുലോസ്
is a complex substance and it provides structural strength to the plants. അപ്പോൾ ഈ പാരഗ്രാഫിൽ വളരെ വിശദമായി തന്നെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ? ശ്രദ്ധിച്ച കുട്ടികളെ, നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ തന്നെ വായിക്കേണ്ടത് അത്യാവശ്യമാണ്. നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ വാക്യൂൾ ഇൻ പ്ലാന്റ്സ്. നമുക്കറിയാം വാക്യൂൾ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിൻ്റെ ഒരു 50 മുതൽ 50 to ഒരു 90% സെൽ വോളിയം ഒക്കുപ്പൈ ചെയ്തത് വാക്യൂളാണ്. വാക്യൂൾ എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് സാക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ പല വസ്തുക്കളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വാക്യൂളിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ദേ സ്റ്റോർ ടോക്സിക് മെറ്റാബോളിക് വേസ്റ്റ്, അത് ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തത് ദേ ഹെൽപ്പ് വിത്ത് ദി പ്രോസസ് ഓഫ് സെൽ ഡിവിഷൻ, അത് റോങ് ആണ്. അവിടെ വാക്യൂള് സെൽ ഡിവിഷനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റേഷനും കൊടുക്കുന്നില്ല. സോ ദാറ്റ് ഈസ് റോങ്. സി ദേ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ടർജിഡിറ്റി, അത് ശരിയാണ്. സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നതിലും ഒരു പരിധി വരെ വാക്യൂള് അത് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റോങ് ആയ സ്റ്റേറ്റ്മെന്റ്. വാക്യൂൾ എന്ന് പറയുന്ന ഭാഗത്ത് വിശദമായി തന്നെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ലേബൽ ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് സെല്ലിന്റെ വാക്യൂള് ടർജിഡിറ്റി, റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നും സ്റ്റോർ ചെയ്യുന്നു പല വസ്തുക്കളെയും അവിടെ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എൻ അൺറൈപ്പ് ഗ്രീൻ ഫ്രൂട്ട് ചേഞ്ചസ് കളർ വെൻ ഇറ്റ് റൈപ്പൻസ്, ദ റീസൺ ബീങ്. അതായത് പച്ച, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പച്ച മാങ്ങ നമ്മൾ എടുത്തു. ആ പച്ച മാങ്ങ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് പഴുത്ത മാങ്ങയായി മാറുന്നു. പച്ച നിറത്തിലുള്ള അൺറൈപ്പ് ഫ്രൂട്ടിൽ നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നു. എന്നാൽ അത് റൈപ്പനാവുമ്പോൾ, അത് പഴുക്കുന്ന സമയത്ത് ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റിലേക്ക് മാറുന്നു. സോ അതാണ് ഇതിൻ്റെ ആൻസർ. ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് കളർ ഇമ്പാർട്ടിംഗ് പ്ലാസ്റ്റിഡ്സ് ആയിട്ട് മാറുകയാണ്. സോ മക്കളെ, ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി, ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ചസ് ടു ക്രോമോപ്ലാസ്റ്റ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. എ സെല്ല് വിൽ സ്വെൽ അപ്പ് ഇഫ്. മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു സെല്ല് സ്വെല്ലൻ ആവണമെങ്കിൽ ആ സെല്ലിന്റെ അകത്തേക്ക് വാട്ടർ എൻ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഒരു സെല്ല് സ്വെല്ലൻ ആവണമെങ്കിൽ ആ സെല്ലിന്റെ അകത്തേക്ക് വാട്ടർ എൻ്റർ ചെയ്യണം എക്സ്റ്റേണൽ സൊല്യൂഷനിൽ നിന്ന്. കുട്ടികളെ, വാട്ടർ എപ്പോഴും എവിടുന്ന് എങ്ങോട്ടേ പോവുള്ളൂ? വാട്ടർ ഓൾവേസ് മൂവ്സ് ഫ്രം റീജിയൺ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൺ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അപ്പൊ സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം വരണം എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് സെല്ലിന്റെ ഉള്ളിൽ വാട്ടർ കോൺസെൻട്രേഷൻ കുറവാണ്. സെല്ലിന്റെ പുറത്ത് വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലാണ്. മീൻസ് ദ സൊല്യൂഷൻ ഇൻ വിച്ച് ദ സെൽ ഈസ് പുട്ട് ഈസ് എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണ്. അപ്പം സറൗണ്ടിങ്ങിലെ അല്ലെങ്കിൽ ആ സൊല്യൂഷന്റെ വാട്ടർ കോൺസെൻട്രേഷൻ കൂടണം, സെല്ലിൻ്റെ ഉള്ളിലെ വാട്ടർ കോൺസെൻട്രേഷൻ കുറയണം. അങ്ങനെ വരുമ്പോൾ ഫ്രം ദി സറൗണ്ടിങ് മീഡിയം വാട്ടർ എൻറ്റേഴ്സ് ദ സെൽ. ആ കണ്ടീഷനെയാണ് നമ്മൾ എൻഡോസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അല്ലേ കുട്ടികളെ? എൻഡോസ്മോസിസ് എന്ന് വിളിക്കും. സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയാണ്, അപ്പൊ സെൽ എന്താവും? സ്വലനാവും. ഏതാ കറക്റ്റ് ഓപ്ഷൻ വരിക? സെല്ലിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ കുറയണം. അതാണ് അതിന്റെ ആൻസർ. ഓപ്ഷൻ എ നോക്കാതെ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ഇൻ ദ സെൽ ഈസ് ഹയർ എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അതല്ല. ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ഇൻ സറൗണ്ടിങ് മീഡിയം ഈസ് ഹയർ ദാൻ ദ വാട്ടർ മോളിക്യൂൾ പ്രസന്റ് ഇൻ ദ സെല്ല്. അത് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. സി നോക്കാം ജസ്റ്റ്. ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ഈസ് സെയിം ഇൻ ദ സെൽ ആൻഡ് ഇൻ ദ സറൗണ്ടിങ് മീഡിയം, ഐസോട്ടോണിക് കണ്ടീഷൻ. അതല്ല, ദാറ്റ് ഈസ് നോട്ട് ദ ആൻസർ. കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ഡസ് നോട്ട് മാറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റില്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ മക്കൾ, ഇത് കൃത്യമായി ഓർത്തു വെക്കുക. When a cell is placed in a hypertonic solution, water enters the cell,
causing the cell to swellen up. And if a cell is placed in hypertonic solution, hypertonic means solution with more solute concentration, lesser solvent concentration. അപ്പൊ സോൾവെന്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ സെല്ലിട്ട് വെച്ചാൽ water leaves from the cell, causing the cell to shrink. So when a cell is placed in hypertonic solution, water leaves the cell, causing the cell to shrink. Cell shrink out. And when a cell is placed in a hypertonic solution, water enters the cell and cause swelling up of the cell. And if a cell is placed in isotonic solution with the same concentration of water outside the cell and inside the cell, അപ്പൊ രണ്ട് സൈഡിലും ഇൻസൈഡ് ദ സെല്ലും സറൗണ്ടിങ് മീഡിയത്തിലും ഒരേ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആണെങ്കിൽ ഐസോട്ടോണിക് സൊല്യൂഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സെയിം കോൺസെൻട്രേഷൻ ഓഫ് സോൾവെന്റാ, അപ്പോ അവിടെ നെറ്റ് മൂവ്മെന്റ് എന്തായി? 0 ആയി. സോ സെല്ലിന് മാറ്റമൊന്നുമില്ല. ഇത് കൃത്യമായി ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. And what happens to a cell if a cell is placed in these 3 types of solution? അപ്പോൾ വളരെ കൃത്യമായി തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ മീഡിയം സറൗണ്ടിങ് ദ സെൽ ഹാസ് ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ദാൻ ദ സെൽ എന്ന് പറയുമ്പോൾ സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം വരും. സെൽ വിൽ ഗെയിൻ വാട്ടർ ബൈ എൻഡോസ്മോസിസ്. എൻഡോസ്മോസിസ് ആണ് ഇത്. ഈ സൊല്യൂഷനെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നു. 3 കേസും വളരെ വ്യക്തമായി തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. MCQ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൈജസ്റ്റീവ് എൻസൈംസ് ആർ ഫൗണ്ട് ഇൻ ഈസി പീസി ലെമൺ സ്ക്യൂസി ലൈസോസോം. ലൈസോസോമിന്റെ സ്ട്രക്ചർ, ലൈസോസോമിന്റെ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ അതിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് വളരെ കൃത്യമായി ലൈസോസോം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്. സ്ട്രക്ചറലി ഘടനാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ലൈസോസോംസ് ആർ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾസ് ഓർ സാക്ക് ഫിൽഡ് വിത്ത് എന്താണ് കുട്ടികളെ? ഫിൽഡ് വിത്ത് ഡൈജസ്റ്റീവ് എൻസൈം. കണ്ടോ, ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ നമുക്ക് ഈ ഡൈജസ്റ്റീവ് എൻസൈമുകൾ ഉള്ളത് കൊണ്ട് തന്നെ സെല്ലിനകത്തേക്ക് വരുന്ന ഫോറിൻ സബ്സ്റ്റൻസ് എന്തുമായിക്കോട്ടെ, ഇവൻ ജേംസ് ആയിക്കോട്ടെ, അതിനെ നശിപ്പിക്കാൻ, അതിനെ ശിഥിലീകരിക്കുക, അതിനെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് ഡൈജസ്റ്റീവ് എൻസൈംസിനുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കേണ്ട ഒരു വസ്തുതയാണ്. ചില സമയത്ത് സെല്ല് ഓൾഡ് ആവുമ്പോൾ അതിന് ഓർഗനൽസ് ഒക്കെ നശിച്ചു പോകാനും സെല്ല് മൊത്തത്തിൽ നശിച്ചു പോകാനും ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് കാരണമാവുന്നുണ്ട്, ഈ ഡൈജസ്റ്റീവ് എൻസൈം കാരണമാവുന്നുണ്ട്. ലൈസോസോം പൊട്ടി, ആ ലൈസോസോം എവിടെയുള്ള ഒരു സെല്ലില്ല, അപ്പൊ ആ സെല്ല് തന്നെ നശിച്ചു പോകാൻ കാരണമാവുന്നത് കൊണ്ട് ലൈസോസോം ഈസ് often referred to as suicidal bag of the cell. Suicidal bag of the cell. Suicidal bag of the cell എന്നും അറിയപ്പെടുന്നു. Which one of the following has their own DNA? സ്വന്തമായി DNA ആർക്കുള്ളത് എന്ന് ചോദിച്ചാൽ സ്വന്തമായി DNA ഉള്ളത് മൈറ്റോകോൺട്രിയ പ്ലാസ്റ്റിഡ. മൈറ്റോകോൺട്രിയക്കുമുണ്ട്, പ്ലാസ്റ്റിഡിനുമുണ്ട്. ഓപ്ഷൻ നോക്കാം. വാക്യൂള് ഇല്ല. മൈറ്റോകോൺട്രിയ ഉണ്ട്. ഗോൾഗി ഇല്ല. റൈബോസോം ഇല്ല. ഓപ്ഷൻ ഏതാ? ബി, മൈറ്റോകോൺട്രിയ. സ്വന്തമായി DNA, സ്വന്തമായി റൈബോസോമും ഉണ്ട് കുട്ടികളെ മൈറ്റോകോൺട്രിയക്ക്. മൈറ്റോകോൺട്രിയെ പോലെ തന്നെ പ്ലാസ്റ്റിഡിനുമുണ്ട് കേട്ടോ, പ്ലാസ്റ്റിഡിനുമുണ്ട്. മൈറ്റോകോൺട്രിയയുടെ പാരഗ്രാഫിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ദേ ഹാവ് ദെയർ ഓൺ DNA ആൻഡ് റൈബോസോം. കണ്ടോ കുട്ടികളെ, ദേ ഹാവ് ദെയർ ഓൺ DNA, സ്വന്തമായി DNA, അതുപോലെ തന്നെ റൈബോസോം. അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് സ്വന്തമായി പ്രോട്ടീനിനെയും നിർമ്മിക്കാൻ, സം ഓഫ് ദെയർ ഓൺ പ്രോട്ടീനെ നിർമ്മിക്കാനും കഴിയുന്നു കുട്ടികളെ. ഇതേ സംഗതി പ്ലാസ്റ്റിഡിനുമുണ്ട്. സ്വന്തം DNA, സ്വന്തം റൈബോസോം. സെമി ഓട്ടോണോമസ് ആണ്, സെമി ഓട്ടോണോമസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഐഡന്റിഫൈ എ ആൻഡ് ബി. മക്കളെ, എ എന്ന് പറയുന്ന കണ്ടീഷൻ നോക്കുക, ബി എന്ന് പറയുന്ന കണ്ടീഷൻ നോക്കുക കുട്ടികളെ. എ എന്ന് പറയുന്ന കണ്ടീഷനിൽ സെല്ല് കുറച്ച് ഫുള്ളറാണ് മക്കളെ, നല്ല രീതിയിൽ തന്നെ റിജിഡ് ആയിട്ട് കാണപ്പെടുന്നു. രണ്ടാമത്തെ കേസിൽ സെല്ലിന്റെ കണ്ടൻസ് എല്ലാം കൂടി ചുരുങ്ങി ഷ്രിങ്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ സെല്ലിനകത്തേക്ക് വാട്ടർ ഒക്കെ എൻ്റർ ചെയ്തൊരു അവസ്ഥയാണ്. ദാറ്റ് ഈസ് കോൾഡ് ടർജിഡിറ്റി. ടർജിഡ് ആണെന്ന് പറയാം. രണ്ടാമത്തെ കേസിൽ ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ സെല്ലിട്ടാൽ എന്ത് സംഭവിക്കും? വാട്ടർ ലൂസ് ആവൂലേ? അങ്ങനെ വെള്ളമൊക്കെ നഷ്ടപ്പെട്ട് പോയി പ്ലാസ്മോളൈസ്ഡ് സെൽ എന്ന് പറയണം. ഒന്നാമത്തെ ടർജിഡ് സെൽസും
രണ്ടാമത്തത് പ്ലാസ്മോളൈസ്ഡ് ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കുട്ടികളെ എ എന്ന് പറയുന്നത് ടർജിഡ് ആണ്, ബി എന്ന് പറയുന്നത് പ്ലാസ്മോളൈസ്ഡ് ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ ഫ്രോം ദ ഡയഗ്രാം. എക്സ് വൈ, ദിസ് ഡയഗ്രാം ഷോസ് ന്യൂക്ലിയസ്. Okay, this diagram is a representation of nucleus where you can see two components unlabeled. X എന്താണ്? X is a spherical structure found within the nucleus. Spherical structure found within the nucleus is called the nucleolus. So X is nucleolus. X nucleolus എന്ന് പറയുമ്പോൾ we are having two options here. X nucleolus രണ്ട് options ഉണ്ട്. Then what about Y? Here you will be having a confusion. Some may write chromosome, some may write chromatin. What is the correct answer? See, observation is very, very important here. നല്ലൊരു observation ആവശ്യമാണ്. See, let's observe this figure and you can see the Y labeled thing is like thread-like, നൂല് പോലെ, thread-like structure. Thread-like structure is always chromatin reticulum, it's chromatin. And once the cell is about to divide, the chromatin network or chromatin reticulum, this will condense to form the structure that is chromosome. It is coming next. So this is thread-like thing, that is chromatin. And chromatin condense to form chromosome. So as per the given figure, this is not chromosome, this is chromatin. So option D is the correct answer for this question. അങ്ങനെ 10 ചോദ്യങ്ങളും വളരെ വിശദമായി തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് പല MCQs ഇതുപോലെ നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ നിങ്ങൾക്കുള്ളൊരു ചെറിയ കുഞ്ഞു ടാസ്ക്, 2 MCQ പോട്ടെ, 5 MCQ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന 5 MCQ, ഫസ്റ്റ് ചാപ്റ്ററിലെ 5 MCQ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു ദിവസത്തെ വീണ്ടും കാണാം. ബൈ.